ആക്ച്വലി കുറേ ദിവസമായിട്ട് എനിക്കൊരു മെഡിക്കൽ കണ്ടീഷൻ, അതിപ്പോൾ കുറേ ആയി മെഡിക്കൽ കണ്ടീഷൻ വരാൻ തുടങ്ങിയിട്ട്. അതായത് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് രാത്രിയിലാണ് ഇത് കൂടുന്നത്. എനിക്ക് എല്ലാ ദിവസവും രാത്രി ആവുമ്പോഴത്തേക്കും, അതായത് ഞാൻ കിടക്കാൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചുമയാണ്. ഭയങ്കര ചുമ എന്ന് വെച്ചാൽ ചുമച്ചിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടത്തില്ല, അങ്ങനത്തെ രീതിയിൽ ചുമയ്ക്കും രാത്രി ആകുമ്പോഴത്തേക്കും. അപ്പൊ എല്ലാ ദിവസവും രാത്രിയിൽ ഇത് തന്നെ പരിപാടി ആയപ്പോഴത്തേക്കും ഒരു ദിവസം എനിക്ക്, അതായത് ഇതിന്റെ ഒരു ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ആയപ്പോൾ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, എനിക്ക് ശ്വാസം മുട്ടുന്നു. ശ്വാസം കിട്ടാണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞാൻ രാത്രി ആയപ്പം എണീറ്റ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ രാവിലെ ഒരു 4 മണിക്ക്, അതായത് അന്ന് എന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ അല്ല പിറന്നാളാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എണീറ്റ്. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുകയാണ്, ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 8 മണി ആയെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. എനിക്ക് തീരെ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് കീറലെ കൊല്ലി ഞാൻ അങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് ഞാൻ അമ്മ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇരിക്കുന്നു, എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോഴല്ലോ ഇങ്ങനെ വീസിങ് പോലെ എനിക്ക് ആ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ലാസ്റ്റ് അമ്മ എന്നോട് പറഞ്ഞു, എന്തിനാ 8 മണി വരെ ഇരിക്കുന്നില്ല, ഒരു 6 മണി ആകുമ്പോഴത്തേക്കും തന്നെ ഹോസ്പിറ്റലിൽ വെച്ചോണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. കൊണ്ടുചെന്ന് കാണിച്ചപ്പോൾ എൻ്റെ വിചാരം, ഇത് മറ്റേ ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ എന്തോ ഒരു സാധനം വന്നേക്കുന്നതാണ്, അതുകൊണ്ടായി ചുമക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കും നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു എന്താണ് ബുദ്ധിമുട്ട്, എന്താ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, എനിക്കൊരു കിറ്റനുണ്ട്, പുള്ളിക്കാരൻ രാത്രി എൻ്റെ കൂടെയാണ് ഉറങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതായത് രാത്രി ആകുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത്, ഇവിടെ കിടക്കൂല, ബെഡിൽ കിടക്കത്തില്ല, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കുറച്ച് സ്നേഹപ്രകടനമൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങിക്കോളും. പക്ഷെ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ വരും, ഉമ്മ തരാൻ വരും. അങ്ങനെ എല്ലാ ദിവസവും വന്ന് പിന്നെ ഈ ഷീറ്റിലൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്നത് അതൊക്കെ ഇഷ്ടമാണ്. പകലൊക്കെ ഇച്ചിരി നേരമൊക്കെ വന്നിങ്ങനെ കിടക്കും. അങ്ങനെ എല്ലാം കൂടിയിട്ട് പുള്ളിക്കാരൻ്റെ വകയാണ് എനിക്ക് ഈ ഒരു ശ്വാസം മുട്ടൽ വന്നത് എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ എന്നോട് എടുത്തടിച്ചോട്ടെ പറഞ്ഞു, കളഞ്ഞേക്കുന്നു, അതെങ്ങനെ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അയ്യോ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെ എനിക്ക് നെബുലൈസേഷൻ ഒക്കെ എടുത്തു. ഒരു 2 ദിവസം കൂടി രാവിലെയും വൈകിട്ടും ഒക്കെ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു സംഭവം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പകരം ഞാൻ കുറച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് പകരം ഞാൻ മാസ്ക് ഇടാൻ വിചാരിച്ചു. അപ്പൊ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാസ്ക് ഇട്ട് വെച്ചിട്ടാണ് ഇപ്പം കൊച്ചിനെ ഞാൻ എടുക്കുന്നതും കൊണ്ട് നടക്കുന്നതൊക്കെ. എന്ന് ഞാൻ എടുത്ത ഉടനെ തന്നെ തുമ്മും അല്ലെങ്കിൽ ചുമയ്ക്കും, ഇത് സ്ഥിരമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ കളയാൻ പറ്റുമോ? നമ്മുടെ ഓക്കെയല്ലേ?